ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖത്തിനോടടുത്തുള്ള ആഴിമല ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം ഈസ്റ്റ് റോഡിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ബസ് തിരുവല്ലത്തെത്തി ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പാലത്തിനടുത്ത് കാണുന്നത് പരശുരാമ ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രവും അതിൻ്റെ ബലിക്കടവുമായിരുന്നു. ഇതാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇത് ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഷൂട്ട് ചെയ്ത വീഡിയോയാണ്. അപ്പോൾ അതിൽ എനിക്കൊരു മെമ്മറി കാർഡിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായത് കാരണം എനിക്ക് അന്ന് അത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ബസ്സിലാണ് ഇന്നത്തെ യാത്ര. പണ്ടത്തെ ബൈപ്പാസാണിത്. തിരുവനന്തപുരത്ത് നിന്ന് കോവളം വഴി ആണ് ഈ ബസ് കടന്നു പോകുന്നത്. വിഴിഞ്ഞത്തേക്കുള്ള വഴിയും കോവളം വഴിയാണ്. ഇതാണ് ആഴിമല ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ദൂരം അകത്തേക്ക് പോകണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ അമ്പലത്തിലേക്കൊരു ഇറക്കമാണ്. ഈ റോഡിലെത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ കപ്പലിനെ പുറകുവശത്ത് കാണുന്നത്. അപ്പോഴാണ് ഇന്ന് ആ കപ്പലുണ്ടെന്നറിയാം. യാദൃച്ഛികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നത്. ആ ദൂരെ കാണുന്നത് കടലാണ്. ഇതാണ് ആഴിമല ക്ഷേത്രം. ഈ ക്ഷേത്രം ശരിക്കും ഒരു തമിഴ് ആർക്കിടെക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ ഒരു ശിവ വിഗ്രഹം. ഗംഗാധരേശ്വര വിഗ്രഹമാണിത്. അതായത് ഗംഗാദേവിയെ ശിരസിൽ വഹിക്കുന്ന ശിവൻ. ഈ ക്ഷേത്രത്തിൽ ഗണപതിയുടെയും അയ്യപ്പൻ്റെ, വിഷ്ണു, കാർത്തികേയൻ്റെ വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. ഇത് ശരിക്കും വിഴിഞ്ഞത്തിനടുത്ത് കോട്ടുകാൽ പഞ്ചായത്തിൽ ആണ് ഈ പുളിങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പുറകുവശം കടലാണെന്ന് മാത്രമല്ല വിഴിഞ്ഞം പ്രോജക്റ്റ്, വിഴിഞ്ഞം തുറമുഖം ഇതിൻ്റെ പുറകിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് കഴിഞ്ഞാൽ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കുറച്ച് ഭാഗം, പുലിമുട്ടിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ കാണാം. ഫസ്റ്റ് ഫേസിൻ്റെ സെക്കൻഡ് ഫേസൊക്കെ വരുമ്പോൾ ഈ അമ്പലത്തിൻ്റെ പുറകിലേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ അമ്പലത്തിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും നാടിൻ്റെ, നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ വിലപ്പെട്ട ഒരു പ്രോജക്റ്റാണത്. ക്ഷേത്രത്തിന് പുറകിലുള്ള കടലാണിത്. ദൂരെ ഷെൻഹുവ 24 കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ. ശരിക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാരിവിടെ സന്ദർശിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ മാത്രമല്ല, അല്ലാതെയും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. കാര്യം ഈ ഒരു കാഴ്ചകൾ കാണാൻ. ഈ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പിന്നിൽ 2 തട്ടുകളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ വളരെ ഭംഗിയുള്ള ദൃശ്യം നമുക്ക് കാണാനെത്തും. നമുക്ക് അങ്ങോട്ട് പോവാം. വടക്കേ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ശബരിമല സീസൺ ആകുമ്പോൾ ശബരിമലയിൽ പോകുന്ന ആൾക്കാർ മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവും ആഴിമലയിലും ഇവരിൽ വലിയൊരു വിഭാഗം വരുന്നുണ്ട്. ശബരിമല സീസണിൽ നല്ല തിരക്കാണ് ഇവിടെ.
ഇത് പുളിങ്കുടി ബീച്ചാണ്. ഈ കടലിൽ ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം ഇറങ്ങി ഒരല്പം ചെല്ലുമ്പോൾ തന്നെ വൻ താഴ്ചയാണിത്. തുറമുഖത്തിന് വളരെ അനുയോജ്യമായ തീരമാണിത്. കുട്ടികളില്ലാത്തവരെ തൊട്ടിൽ നേർച്ച നൽകുന്ന ഭാഗമാണിത്. നമ്മൾ ഇതിലേ വഴി ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ 2 തട്ടുകളായി ചെയ്തിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെയാണ് കാർ പാർക്കിങ്ങും ഒക്കെ അവിടെയാണ്. നമുക്ക് അവിടെ നിന്ന് കടൽ തീരവും പിന്നെ അത് കപ്പലാണ് ദൂരെ നിന്ന് കാണുന്നത്. ആ കപ്പൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ക്രെയിനുകളുമായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് കടലിൻ്റെ വളരെ സുന്ദരമായ ദൃശ്യവും പിന്നെ ഈ കപ്പൽ കടന്നു വരുന്നത് നമുക്കിവിടെ നിന്ന് കാണാം. പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട് സാധാരണ നിലയിൽ. ശബരിമല അയ്യപ്പന്മാരെ കൊണ്ട് വരുന്ന സമയത്ത് വളരെ തിരക്കാണ്. പിന്നെ മുകളിൽ ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്ന വഴിയിലുള്ള പല പറമ്പുകളിലാണ് ബസ്സുകളും മറ്റുമൊക്കെ പാർക്ക് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് നല്ല സൗകര്യമാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ. ഇവിടെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനും നോക്കും. അങ്ങനെ ആ കപ്പൽ ചെറിയൊരു സ്പോട്ടിൽ നിന്നും നമുക്ക് കണ്ണുകൾ കൊണ്ട് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന അത്രയും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷിൻഹുവ 24 എന്ന് പറയുന്ന കപ്പൽ. കപ്പലിൽ ഇപ്പോൾ ഉള്ളത് 6 യാർഡ് ക്രെയിനുകളാണ്. ചൈനയിൽ നിന്ന് വരുന്നതാണ്. ഇത് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ കപ്പലിൽ ഇരിക്കുന്നത്. ഇതിലൂടെ രാജ്യത്തിനുണ്ടാകാവുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും ജോലി സാധ്യതകളും എല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. ഈ തുറമുഖം ഇവിടെ വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിനും. പക്ഷേ അതോടൊപ്പം ഈ അമ്പലത്തിൻ്റെയും ഇതിൻ്റെ പുറകിലുള്ള ഈ ബീച്ചിൻ്റെയും സൗന്ദര്യമൊക്കെ പോകും. എങ്കിലും നമ്മൾ ആ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് വളരെ നല്ലത്. കാരണം തൊഴിൽ സാധ്യതകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലുള്ള തുറമുഖങ്ങൾ ഇപ്പോൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അറ്റത്ത് കാണുന്നത്, ആ പാറയുടെ ആ ഭാഗത്ത് കാണുന്നത് കുറച്ച് ഭാഗമാണ് പുലിമുട്ടിൻ്റെ പണി നടക്കുന്ന ഭാഗമാണ്. അത് 1ാം ഘട്ടമാണ്. 2ാം ഘട്ടവും 3ാം ഘട്ടവും എത്തുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്ക് അത് എത്തും. കപ്പൽ വളരെ അടുത്തൂടെ പോകുന്ന കുറച്ച് ദൃശ്യങ്ങൾ എൻ്റെ കയ്യിൽ, വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങ് കപ്പൽ വന്ന ആ പുലിമുട്ടിനകത്തേക്ക് കയറി പോകുന്ന, ആ പാറകളുടെ അപ്പുറത്തുള്ള പുലിമുട്ടിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂ വന്നത് കാരണം എനിക്കത് കൈമോശം വന്നുപോയി. എന്നാലും ഞാനത് തിരിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. ആ ദൃശ്യങ്ങൾ തിരിച്ചു കിട്ടിയാൽ ഞാനത് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ഞാനത്
അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തിരികെ പോകാൻ തുടങ്ങുകയാണ് ഞാൻ. ക്ഷേത്രം വളരെ മനോഹരമായ ദൃശ്യങ്ങളാണത്. ക്ഷേത്രത്തിൻ്റെ ഞാൻ ബസ്സിലിരിക്കുകയാണ് ഇപ്പോൾ. ആ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് അകത്തായിട്ട് കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. ബസ് യാത്ര തുടങ്ങി തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം പൂവാർ പോകുന്ന ബസ്സിൽ കയറിയാൽ നമുക്കിവിടെ ഇറങ്ങാം. അല്ല, വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് പൂവാറിലേക്ക് എപ്പോഴും ബസ്സുണ്ട്. അമ്പലത്തിലേക്ക് ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ബസ്സുള്ളൂ. ശരിക്കും പൂവാർ റൂട്ടിൽ വന്നിട്ട് ആ പുളുങ്കുടി അവിടെ ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്കുള്ള ആ കവാടത്തിലിറങ്ങി അവിടുന്ന് നടന്നു വരുന്നതാണ് ശരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ദൂരം നടക്കണം. ഈ കാണുന്ന വഴി ആണ് വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള പ്രധാന കവാടമായി വരുന്നത്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക. അങ്ങനെ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.